ഇവിടെ ഇവൻ ഒരു കാസിനോയിലേക്ക് വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം ഒരു നമ്പറിൽ വെച്ചുവെക്കുന്നു. അവന്റെ കാശ് ലോസ് ആവുന്നു. പക്ഷെ അവന് വിഷമം തോന്നുന്നില്ല. കാരണം അവന്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്. അതിന് 57 സെക്കൻഡ് ടൈം പുറകിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. ആ സ്പിന്നിൽ വിന്നിംഗ് നമ്പർ 15 ആണെന്ന് മനസ്സിലാക്കിയവൻ 57 സെക്കൻഡ് പുറകിലേക്ക് വന്ന് കാശ് മുഴുവൻ ആ നമ്പറിൽ വെച്ചുവെക്കുന്നു. അവൻ വിചാരിച്ചതുപോലെ തന്നെ ബോൾ ആ നമ്പറിൽ വന്ന് വീഴുന്നു. അവൻ വലിയൊരു തുക വിൻ ചെയ്യുന്നു. ഇത് വളരെ ഈസിയാണെന്ന് മനസ്സിലാക്കിയവൻ വീണ്ടും ആ ട്രിക്ക് യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൻ വീണ്ടും ഏതെങ്കിലും നമ്പറിൽ വെച്ച് വിന്നിംഗ് നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് 57 സെക്കൻഡ് പുറകിലേക്ക് പോയി വിന്നിംഗ് നമ്പറിൽ വെച്ചുവെക്കുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാനായി അവൻ കുറച്ച് റൗണ്ട് മാത്രം കളിച്ചിട്ട് അവിടെ നിന്ന് കാശുമായി പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഇവൻ എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അവനെ നോട്ട് ചെയ്യുന്നു. അവൻ കാശുമായി പുറത്തേക്ക് വന്നതും ആരോ അവനെ പുറകിൽ നിന്ന് ആക്രമിക്കുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ ആ മോതിരത്തിൽ പ്രസ് ചെയ്ത് ടൈം റിവേഴ്സ് ചെയ്യുന്നു. ഇപ്രാവശ്യം അവൻ കാശ് വാങ്ങി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അവനെ പിടിക്കുന്നു. അവൻ വീണ്ടും മോതിരത്തിൽ പ്രസ് ചെയ്യുന്നു. ഇപ്രാവശ്യം അവനൊരു പ്ലാൻ തയ്യാറാക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വലിച്ചെറിഞ്ഞ് അവന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നു. ഇവൻ സേഫ് ആണെന്ന് വിചാരിച്ച് നടന്നു പോകുമ്പോൾ ആരോ വീണ്ടും അവനെ ആക്രമിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം അവൻ ആ മോതിരത്തിൽ പ്രസ് ചെയ്യുന്നതിന് മുൻപ് അയാൾ അവന്റെ കയ്യിൽ ചവിട്ടി പിടിക്കുന്നു.